ഇ-കൊമേഴ്സ് കോറിൽ സബ്മിറ്റ് ചെയ്തിരുന്നോ? അത് ഓൺ ടൈം ഡേ കറക്റ്റ് തന്നെ വെരിഫൈഡ് ആവുന്ന ഡേ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അതിൽ പ്രൊജക്ട് ഡിലേ കാണിക്കും. ഓക്കെ. ദെൻ PDF ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ. ജോബ് പോർട്ടൽ ഇതാണ് പ്രൊജക്ട് വരുന്നത്. 3 മൊഡ്യൂൾസ് ആണുള്ളത്. അഡ്മിനും, സീക്കർ ആൻഡ് എംപ്ലോയർ. ഈ 3 മൊഡ്യൂൾസ് ആണുള്ളത്. മൊബൈൽ റെസ്പോൺസീവ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ബേസിക് ഡീറ്റെയിൽസിൽ വരുന്നത്. ദെൻ രജിസ്ട്രേഷന്റെ സെക്ഷൻ നോക്ക്. ഒരു പ്രോപ്പർ രജിസ്ട്രേഷൻ ഫോം ഡീറ്റെയിൽഡ് ആയിട്ട് ഫീൽഡ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് കൺഫേം പാസ്വേഡ് ഫീൽഡ്സ് വേണ്ട. ഓക്കെ. ബാക്കി ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, യൂസർ നെയിം, ഇമെയിൽ, മൊബൈൽ നമ്പർ അങ്ങനത്തെ സെക്ഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ. പിന്നെ അതുപോലെ ഈ ഫോമിൽ തന്നെ ഒരു ക്ലിയർ ബട്ടണും ഗോ ടു ഹോം പേജിലേക്ക് പോകാനുള്ള സെക്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം. സീക്കറിന്റെ രജിസ്ട്രേഷൻ ഫോമാണ്. കമ്പനിയുടെ രജിസ്ട്രേഷൻ ഫോമിൽ കമ്പനിയുടെ ഡീറ്റെയിൽസ്, കമ്പനി നെയിം, ഇമെയിൽ, മൊബൈൽ നമ്പർ, ലോഗോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെയും ക്ലിയർ ആൻഡ് ഗോ ബാക്ക് ബട്ടൺസ് വേണം. ഓക്കെ. പിന്നെ ലൈവ് ഫോം വാലിഡേഷൻ. എല്ലാ ഫോം ഫീൽഡ്സിനും വാലിഡേഷൻ കൊടുക്കുക. ദെൻ പാസ്വേഡിന് റീസെറ്റ് പാസ്വേഡ് ഫംഗ്ഷൻ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. റീസെറ്റ് പാസ്വേഡിന് റിക്വയർമെന്റ്സ് കൊടുക്കുക. നമ്മൾ ട്യൂഷൻ സെന്ററിന്റെ പ്രൊജക്റ്റിൽ 3 സെക്ഷൻസ് ചെയ്തിരുന്നല്ലേ, എറർ മെസ്സേജസ്. അത് 3 പോലെ തന്നെ ലോഡ് ചെയ്ത് കൊടുക്കുക. കൺഫേം പാസ്വേഡ് കറക്റ്റ് ആയിരിക്കണം. പാസ്വേഡ് നോട്ട് മാച്ചിന് എറർ കൊടുക്കണം. റിക്വയർമെന്റ്സ് കൊടുക്കണം. ന്യൂ പാസ്വേഡ് റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അപ്ഡേറ്റ് ആവരുത്. പിന്നെ ഇമെയിൽ, യൂസർ നെയിം, ഫോൺ നമ്പർ ഒക്കെ യൂണീക്ക് ആയിട്ട് കൊടുക്കുക. ഇമെയിലിന്റെ .com വാലിഡേഷൻ അങ്ങനത്തെ സെക്ഷൻസ് എല്ലാം ആഡ് ചെയ്യാം. രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആവുമ്പോൾ ഒന്നെങ്കിൽ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആവുമ്പോഴേ നമുക്ക് ആ ഒരു 6 ഡിജിറ്റ് റാൻഡം ജനറേറ്റഡ് പാസ്വേഡ് സെൻഡ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ അഡ്മിൻ അപ്രൂവലിൽ സെൻഡ് ചെയ്യാം. രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പാസ്വേഡ് കിട്ടുന്ന രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ, ബട്ട് അഡ്മിൻ അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം ലോഗിൻ ചെയ്യാൻ പറ്റേണ്ടത്. ഓക്കെ. നമുക്ക് ജസ്റ്റ് പാസ്വേഡ് കിട്ടിയ ഉടനെ നമ്മൾ ലോഗിൻ ചെയ്യാൻ നോക്കിയാൽ വെയിറ്റ് ഫോർ അഡ്മിൻ അപ്രൂവൽ എന്ന് കാണിക്കാം. ഓക്കെ. അപ്രൂവ് ഡിസപ്രൂവലിലാണ് പാസ്വേഡ് കൊടുക്കുന്നതെങ്കിൽ ആ രീതിയിലും കൊടുക്കാം. പിന്നെ അപ്രൂവ് ചെയ്യുമ്പോഴും ഡിസപ്രൂവ് ചെയ്യുമ്പോഴും മെയിൽ സെൻഡ് ആവണം. ഇല്ല, ഡിസപ്രൂവ് ചെയ്യുമ്പോഴും ബട്ട് മെയിൽ സെൻഡ് ചെയ്യണം. രജിസ്ട്രേഷൻ ഡിസപ്രൂവ്ഡ് ആയെന്നും പറഞ്ഞു. ഇനി ലോഗിൻ സെക്ഷനുള്ളിൽ നമ്മൾ എഡിറ്റ് പ്രൊഫൈൽ കൊടുക്കുക. ഓരോ ലോഗിൻ സെക്ഷനിലും ഓരോരുത്തരുടെയും. ഓക്കെ. എഡിറ്റ് പ്രൊഫൈലും റീസെറ്റ് പാസ്വേഡും എല്ലാ മൊഡ്യൂൾസിലും കൊടുക്കണം. ക്ലിയർ അല്ലേ? ലോഗിൻ ഇല്ല, ഓരോ മൊഡ്യൂൾസ് ലോഗിൻ ചെയ്യില്ലേ, അഡ്മിൻ ആണെങ്കിൽ സീക്ക്, അവർക്ക് എല്ലാവർക്കും എഡിറ്റ് പ്രൊഫൈലും റീസെറ്റ് പാസ്വേഡും വേണം. ഓക്കെ. ഇനി അഡ്മിൻ മൊഡ്യൂളിലേക്ക് വന്നേ. ഫസ്റ്റ് പോയിന്റ് എഡിറ്റ് പ്രൊഫൈലും റീസെറ്റ് പാസ്വേഡും അത് കൊടുക്കുക. പിന്നെ ഇവിടെ അപ്രൂവലിന് പുറമെ വെരിഫൈ എന്നൊരു സെക്ഷൻ കൂടി വേണം നമുക്ക്. ക്ലിയർ ആണോ? ഈ വെരിഫൈ എന്ന സെക്ഷൻ നമ്മളിപ്പോ ഓരോ ആപ്സിലൊക്കെ ലോഗിൻ ചെയ്യുമ്പോൾ വെരിഫൈഡ് യൂസർ എന്നൊരു സെക്ഷൻ കാണാറില്ലേ? ഓക്കെ. ആ ഒരു പ്രൊഫൈലിൽ വെരിഫൈഡ് സെക്ഷൻ കൊടുക്കുന്നതാണ് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത്.
യൂസർ വെരിഫൈഡ്, ഇമെയിൽ വെരിഫൈഡ് അങ്ങനെ കൊടുക്കില്ലേ? അതായത് ഇപ്പൊ ഒരു ജോബ് സീക്കർ കമ്പനീനെ സെർച്ച് ചെയ്യുമ്പോൾ ജോബ്സ് ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ജോബ് ലിസ്റ്റ് ചെയ്യുന്ന കമ്പനി വെരിഫൈഡ് ആണോ, യൂസർ വെരിഫൈഡ് സെക്ഷൻ ആണോ, അത് ചെക്ക് ചെയ്യാനാണ് ഈ പാർട്ട്. പ്രൊഫൈലിൽ ഒരു വെരിഫിക്കേഷൻ മാർക്ക് ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. ക്ലിയർ ആണോ അത്? അപ്രൂവൽസിന് പുറമെ വെരിഫിക്കേഷൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക. അല്ല, വെരിഫൈഡ് യൂസേഴ്സിന്റെ പ്രൊഫൈൽ നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ അവിടെ ഒരു വെരിഫിക്കേഷൻ മാർക്ക് വ്യൂ ചെയ്യിക്കണം. ദെൻ അഡ്മിന് വ്യൂ ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റണം എംപ്ലോയേഴ്സിനെ, സീക്കേഴ്സിനെ. അവരുടെ ഈ രണ്ട് സെക്ഷൻസും പ്രോപ്പർലി ടേബിൾ ആയിട്ട് അവർ രണ്ടുപേരെയും ലിസ്റ്റ് ചെയ്യിക്കുക. അതിനുശേഷം അവരെ ഡിലീറ്റ് ചെയ്യാൻ പറ്റണം. അവരുടെ ടോട്ടൽ പ്രൊഫൈൽ ഇൻഫർമേഷൻസും വ്യൂ ചെയ്യിക്കാൻ പറ്റും. ടേബിളിലേക്ക് ബേസിക് ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യിച്ചിട്ട് നെയിമിലേക്ക് ഒരു കാർഡ് കൊടുക്കുക. ടോട്ടൽ പ്രൊഫൈൽ ഡീറ്റെയിൽസ് വ്യൂ ചെയ്യിക്കാം. അതെ, ടേബിളിലേക്ക് ബേസിക്കലി നമ്മൾ ഇമെയിൽ, ഫോൺ നമ്പർ, ആ സെക്ഷൻസ്, പിന്നെ ഫുൾ നെയിം ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഫുൾ നെയിമിന്റെ അണ്ടറിലേക്ക് ഫസ്റ്റ് നെയിം പ്ലസ് ലാസ്റ്റ് നെയിം കൊടുക്കുക. ഓക്കെ, പിന്നെ എംപ്ലോയേഴ്സ് പോസ്റ്റ് ചെയ്യുന്ന എല്ലാ ജോബ്സിലേക്കും അഡ്മിന് ആക്സസ് വേണം. അതായത് എല്ലാ ജോബ്സും വ്യൂ ചെയ്യിക്കാൻ ഒരു സെക്ഷൻ കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഓരോ ജോബ്സിനും അപ്ലൈ ചെയ്തിരിക്കുന്ന ആപ്ലിക്കൻസിന്റെ കൗണ്ട് അഡ്മിന് വ്യൂ ചെയ്യാൻ പറ്റണം. ഇപ്പൊ നമ്മൾ ജോബ് ലിസ്റ്റ് ചെയ്തിട്ടില്ലേ, അവിടെ തന്നെ വേണമെങ്കിൽ ആ ഒരു കാർഡിലേക്ക് തന്നെ ആപ്ലിക്കൻസിന്റെ കൗണ്ട് ഡിസ്പ്ലേ ചെയ്യിക്കാം. ഓക്കെ, എത്ര പേരാണ് ആ ഒരു ജോബിന് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ദെൻ ആ ഒരു കൗണ്ടില് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞ് കൗണ്ട് കൊടുത്താൽ ആ ഒരു ലിങ്കിൽ അതിൽ ഒരു ലിങ്ക് ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആരൊക്കെയാണ് അതിന് അപ്ലൈ ചെയ്തിരിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് കാണിക്കാം. ഏത് രീതിയിൽ വേണേലും കൊടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ നമ്മൾ ആ ഒരു ഡീറ്റെയിൽഡ് സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ജോബ് പോസ്റ്റിങ്ങിനും അപ്ലൈ ചെയ്തിട്ടുള്ള ആപ്ലിക്കൻസിന്റെ കൗണ്ട്, ദെൻ അതിൽ നിന്ന് ഏതൊക്കെ ആപ്ലിക്കൻസ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് അങ്ങനെ കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ന്യൂ എംപ്ലോയറും സീക്കറും രജിസ്റ്റർ ചെയ്യുമ്പോൾ അപ്രൂവൽ ഡിസപ്രൂവൽ സെക്ഷൻസ് കൊടുക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു എംപ്ലോയർ പുതിയൊരു ജോബ് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് അഡ്മിന് നോട്ടിഫിക്കേഷൻ ആയിട്ട് റിസീവ് ചെയ്യിക്കണം. നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത് പ്രോപ്പർലി കൗണ്ട് കൊടുത്ത് തന്നെ ഡിസ്പ്ലേ ചെയ്യിക്കാം. ഓക്കെ, അഡ്മിന് ആ ഒരു ജോബിനെ അപ്രൂവ് ചെയ്യാനും ഡിസപ്രൂവ് ചെയ്യാനും പറ്റണം. ജോബ്സിനെയും എംപ്ലോയർ സബ്മിറ്റ് ചെയ്യുന്ന ജോബ്സിനെയും അഡ്മിന് അപ്രൂവ് ഡിസപ്രൂവൽ സെക്ഷൻസ് ഉണ്ട്. പിന്നെ ഒരു സീക്കർ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ അത് അഡ്മിന് നോട്ടിഫിക്കേഷൻ ആയിട്ട് വ്യൂ ചെയ്യിക്കണം. ഇന്ന ആള് ഇന്ന ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇന്ന കമ്പനിയിൽ, ആ രീതിയിൽ. ഓക്കെ, ഇത്രയാണ് മെയിൻലി അഡ്മിൻ സെക്ഷനിൽ വരുന്നത്. പിന്നെ എഡിറ്റ് പ്രൊഫൈൽ, റീസെറ്റ് പാസ്വേഡ്. ഇനി അടുത്തത് സീക്കർ മൊഡ്യൂളിലേക്ക് വരിക. സീക്കർ മൊഡ്യൂള് ഡാഷ്ബോർഡ്, പ്രൊഫൈൽ, ജോബ് നോട്ടിഫിക്കേഷൻസ്, ലോഗ് ഔട്ട് സെക്ഷൻസ് ഒക്കെ കൊടുക്കുക. അതുപോലെ നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്താണ് സീക്കറിന്റെ ഒരു ഫോം സെറ്റ് ചെയ്യുന്നത് ആദ്യം രജിസ്റ്റർ ചെയ്യുമ്പോൾ. പിന്നെ ലോഗിൻ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ എക്സ്പീരിയൻസസ്, എഡ്യൂക്കേഷൻ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ലോഗിൻ ചെയ്തതിന് ശേഷമാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ രീതിയിൽ കൊടുക്കുക.
ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കണം. ഒരു പോപ്പപ്പ് ബോക്സ് പോലെയാണെങ്കിൽ അപ്പിയർ ചെയ്യിക്കാം. പ്രൊഫൈൽ ഈസ് ഇൻകംപ്ലീറ്റ്. അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ വേണം. ഓക്കെ. അതിനുശേഷം ഡാഷ്ബോർഡിൽ തന്നെ എല്ലാ ജോബ്സും ലിസ്റ്റ് ചെയ്യിക്കാം. അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ജോബ്സും ഡാഷ്ബോർഡിൽ ലിസ്റ്റ് ചെയ്യിക്കാം. പിന്നെ ഈ ഡാഷ്ബോർഡിൽ തന്നെ ഫിൽട്രേഷൻസ് യൂസ് ചെയ്ത് ജോബ്സിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റണം. ഫിൽട്ടർ ബൈ ലൊക്കേഷൻ. ലൊക്കേഷൻ ജോബ് നെയിമിന്റെയും ബേസിസിൽ ഫിൽട്രേഷൻ. അതൊരു സെർച്ച് ബാർ ആയിട്ട് കൊടുത്തോളൂ. ലൊക്കേഷനും ജോബ് നെയിമും സെർച്ച് ബാർ കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റിംഗ് ടൈപ്പും ജോബ് ടൈപ്പ്. പോസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് 7 ഡേയ്സ് പോസ്റ്റ് ചെയ്ത ജോബ്സ്, ലാസ്റ്റ് 1 മന്ത്, 3 മന്ത്സ്, ആ രീതിയിൽ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് ഫിൽട്രേഷൻ കൊടുക്കാം. അതുപോലെ ജോബ് ടൈപ്പ് ഫുൾ ടൈം, പാർട്ട് ടൈം, കോൺട്രാക്ട്, ആ രീതിയിൽ ജോബ് ടൈപ്പും ഡ്രോപ്പ് ഡൗൺ ആയിട്ട് കൊടുക്കും. ക്ലിയർ അല്ലേ? മനസ്സിലായി മിസ്. പിന്നെ ഒരു ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു സീക്കർ അവരുടെ പ്രൊഫൈല് കംപ്ലീറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പോപ്പ് ബോക്സ് അപ്പിയർ ചെയ്യണം, ഒരു നോട്ടിഫിക്കേഷൻ പോലെ. പ്രൊഫൈൽ ഇൻകംപ്ലീറ്റ് ആണ്, അതിനുശേഷം മാത്രമേ നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ രീതിയിൽ. ഓക്കെ. പിന്നെ അവരുടെ എക്സ്ട്രാ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷണൽ, അഡ്രസ്, പിക്ചേഴ്സ്, അതുപോലെ എക്സ്പീരിയൻസസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റണം. എഡിറ്റ് പ്രൊഫൈലിൽ നമ്മുടെ യൂസർ നെയിം, ഇമെയിൽ, പാസ്വേഡ് എല്ലാ സെക്ഷൻസും എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന, അതിലേക്ക് എക്സ്ട്രാ വരുന്നതാണ് ഈ ഡീറ്റെയിൽസ്. നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷമല്ലേ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതാ നോക്കിയേ, വെരിഫൈഡ് സീക്കേഴ്സിന്റെ പ്രൊഫൈൽ. അതായത് അഡ്മിൻ ഒരു സീക്കറിനെ വെരിഫൈ ചെയ്യുമ്പോൾ അവരുടെ പ്രൊഫൈലിൽ വെരിഫിക്കേഷൻ മാർക്ക് വ്യൂ ചെയ്യിക്കണം. ഓക്കെ. പിന്നെ സീക്കേഴ്സ് ക്യാൻ വ്യൂ അപ്ലൈഡ് ജോബ്സ്. ഈ സീക്കേഴ്സിന് തന്നെ ഒരു സെക്ഷൻ കൂടി കൊടുക്കുക, അപ്ലൈഡ് ജോബ്സ് എന്ന്. അവിടെ നമ്മളുടെ അവർ അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാ ജോബ്സും ലിസ്റ്റ് ചെയ്യിച്ചിട്ടുണ്ടാവണം. അവിടെ ഫിൽട്രേഷനും കൊടുക്കുക, അക്സെപ്റ്റഡ്, റിജക്റ്റഡ്, വ്യൂഡ്, പ്രൊഫൈൽ വിസിറ്റഡ്. ആ സ്റ്റാറ്റസിന്റെ ബേസിസിൽ ഫിൽട്രേഷൻ അപ്ലൈ ചെയ്യണം. അക്സെപ്റ്റഡ് എന്ന് വെച്ചാൽ ആ കമ്പനി ജോബ് ഇവരുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തു. കമ്പനിക്ക് അവരെ റിജക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, സോ റിജക്റ്റഡ് അവിടെ കൊടുക്കുക. അതുപോലെ നമ്മളുടെ ആപ്ലിക്കേഷൻ വ്യൂ ചെയ്ത് കമ്പനി അവിടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വ്യൂഡ് എന്ന് കൊടുക്കുക. ഇനി നമ്മളുടെ പ്രൊഫൈൽ കയറി കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയും പാസ് ചെയ്യാം. ഈ രീതിയിൽ സ്റ്റാറ്റസ് കൊടുക്കണം. പിന്നെ കമ്പനി നമ്മുടെ ജോബ് ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ റിസീവ് ചെയ്യിക്കാം. കൗണ്ട് കൊടുത്ത് തന്നെ പ്രോപ്പർലി ജസ്റ്റ് ഒരു മെസ്സേജ് പോലെയോ സംതിങ് നോട്ടിഫിക്കേഷൻ റിസീവ് ചെയ്യിക്കാം. ഫർദർ ഇൻഫർമേഷൻ ആയിട്ട്, അതായത് നിങ്ങളുടെ ജോബ് ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തു, ഇന്ന ഡേറ്റിൽ ജോയിൻ ചെയ്യാനോ ഇന്റർവ്യൂയോ അങ്ങനെ എന്തെങ്കിലും വരിക, ആ രീതിയിൽ കൊടുക്കുക. പിന്നെ ഈ സീക്കറിന്റെ സെറ്റിങ്സ്, ഈ ഒരു സെക്ഷനിൽ ജോബ് അലേർട്സ് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കണം. അതായത് ഇപ്പൊ ഒരു കമ്പനിയെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റണം. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനീസ് എപ്പോഴൊക്കെ ജോബ് പോസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നെങ്കിൽ മെയിലായിട്ടോ ഇല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ആയിട്ടോ അലേർട്സ് വരിക.
ഇന്ന കമ്പനി ഇതുപോലൊരു ന്യൂ ജോബ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത കമ്പനിയുടെ മാത്രമാണ് അലർട്ട് വരേണ്ടത്. ദെൻ ഒരു കൺഫർമേഷൻ പോപ്പപ്പ് ബോക്സ് യൂസ് ചെയ്ത് ലോഗ് ഔട്ട് ചെയ്യാം. ഇപ്പോ ഒരു കമ്പനി ഒരു ജോബ് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ, പക്ഷെ ആ ഒരു ജോബിന് ഈ ഒരു സീക്കർ അപ്ലൈയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ജോബ് ഡിലീറ്റഡ് ബൈ കമ്പനി. ഓക്കെ, അങ്ങനെ ഒരു സെക്ഷൻ വേണം ജസ്റ്റ് ഒരു മെസ്സേജ് പോലെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ ആപ്ലിക്കേഷൻസിൽ. ഓക്കെ, നെക്സ്റ്റ് എംപ്ലോയറിന്റെ മൊഡ്യൂൾ നോക്കാം. എംപ്ലോയറിന്റെ മൊഡ്യൂൾ ജോബ് അക്കൗണ്ട് നോട്ടിഫിക്കേഷൻസ്, ഡാഷ്ബോർഡ്, ലോഗ് ഔട്ട്, ഇങ്ങനത്തെ സെക്ഷൻസ് എല്ലാം പാസ് ചെയ്യാം. ഡാഷ്ബോർഡിൽ തന്നെ പോസ്റ്റഡ് ജോബ്സിന്റെ, ഈ എംപ്ലോയർ പോസ്റ്റ് ചെയ്ത ജോബ്സിന്റെ കൗണ്ട് ഡിസ്പ്ലേ ചെയ്യിക്കാം. അതുപോലെ ജോബ്സ് ഇൻഫോർമേഷനും ആ ജോബിലുള്ള ആപ്ലിക്കൻസിന്റെ കൗണ്ട്, അതായത് ഈച്ച് ജോബ്സ്, ഓരോ ജോബ്സിലുള്ള ആപ്ലിക്കേഷൻസിന്റെ കൗണ്ട് ഡിസ്പ്ലേ ചെയ്യിക്കണം. അതുപോലെ അവർ തന്നെ പോസ്റ്റ് ചെയ്ത് ഈ ജോബ്സിന് ഒരു ഫിൽട്രേഷനും കൊടുക്കണം. ബൈ വീക്ക്, ഓരോ 1 വീക്കിനുള്ളിൽ അപ്ലൈ ചെയ്ത, അതായത് ആഡ് ചെയ്തിട്ടുള്ള ജോബ്സിന്റെ, റീസെന്റ് ജോബ്സിന്റെ സെക്ഷൻ വെച്ചിട്ട് ഫിൽട്രേഷൻ കൊടുക്കുക. ക്ലിയർ അല്ലേ? പിന്നെ എംപ്ലോയീസ് ക്യാൻ പോസ്റ്റ് ഡീറ്റെയിൽസ് ലൈക്ക്, എംപ്ലോയേഴ്സ് ജോബ് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ജോബ് ഡെസിഗ്നേഷൻ, ഡിസ്ക്രിപ്ഷൻ, ഇമേജ്, ലാസ്റ്റ് ഡേറ്റ്, പോസ്റ്റിംഗ് ഡേറ്റ്, പിന്നെ കുറച്ച് ഫീൽഡ്സ് കൂടി ആ ഒരു സെക്ഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഒരു ജോബ് പോസ്റ്റ് ചെയ്യുമ്പോൾ വേണ്ട അതർ റിക്വയർമെന്റ്സ് കൂടി ആഡ് ചെയ്യണം. ഓക്കെ, ദെൻ പിന്നെ എംപ്ലോയേഴ്സിന് അവരുടെ അപ്ലൈ ചെയ്ത, അവർ ആഡ് ചെയ്ത ജോബ്സ് എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറ്റണം. ഇങ്ങനെ ഇവിടെ എംപ്ലോയർ ഡിലീറ്റ് ചെയ്യുമ്പോഴാണ് ഈ ജോബിന് ഒരു സീക്കർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇവിടുന്ന് എംപ്ലോയർ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ ആ ഒരു സ്റ്റാറ്റസ് പോലെ ചേഞ്ച് ആവണം. കാരണം ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പക്ഷെ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ ഒരു സീക്കർ. അപ്പൊ അവരുടെ ആ ഒരു ജോബിന് ഒരു അപ്ഡേഷൻ കൊടുക്കുക. ദിസ് ജോബ് ഇസ് ഡിലീറ്റഡ് ബൈ കമ്പനി, ആ രീതി. ക്ലിയർ അല്ലേ? പിന്നെ എംപ്ലോയീസിന് ഇവരുടെ സെക്ഷനിൽ തന്നെ എല്ലാ പോസ്റ്റഡ് ജോബ്സും ലിസ്റ്റ് ചെയ്യിക്കണം. ദെൻ അഡ്മിൻ ഇഷ്യൂഡ് വെരിഫിക്കേഷൻ മാർക്ക് പ്രൊഫൈലൊക്കെ വ്യൂ ചെയ്യുന്ന എല്ലാ സെക്ഷൻസിലും പ്രോപ്പർലി ലിസ്റ്റ് ചെയ്യിക്കാം വെരിഫിക്കേഷൻ മാർക്ക്. ദെൻ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റണം, പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാൻ പറ്റണം, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. എംപ്ലോയേഴ്സിന് ഇപ്പോ ആപ്ലിക്കേഷൻസ് നമ്മൾ വ്യൂ ചെയ്യിക്കില്ലേ, എംപ്ലോയേഴ്സ് അപ്ലൈ ചെയ്ത കൗണ്ടിൽ നിന്ന് നമ്മൾ ആപ്ലിക്കൻസിനെ വ്യൂ ചെയ്യിക്കുന്നു. അവിടെ നിന്ന് ആപ്ലിക്കൻസിന്റെ പ്രൊഫൈല് പ്രോപ്പർലി വ്യൂ ചെയ്യിക്കാൻ പറ്റുക. ഈ ഒരു സെക്ഷനിൽ നമ്മുടെ അവിടെ ഒരു ഫിൽട്രേഷൻ സ്റ്റാറ്റസ് പറഞ്ഞിരുന്നില്ലേ, ആപ്ലിക്കേഷൻ വ്യൂ ചെയ്തു, പ്രൊഫൈല് വ്യൂ ചെയ്തു, ആ രീതിയിൽ ആ ഓരോ സ്റ്റാറ്റസും ഇവിടെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അഡ്മിന്റെ ഓരോ ബട്ടൺ ക്ലിക്കിലും, ഇപ്പോ പ്രൊഫൈൽ കയറി വ്യൂ ചെയ്യുകയാണെങ്കിൽ ആ ബട്ടണിൽ സ്റ്റാറ്റസ് അവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ആ രീതിയിൽ വേണം കൊടുക്കാൻ. പിന്നെ ലോഗ് ഔട്ട് ചെയ്യുന്നത് കൺഫർമേഷൻ പോപ്പപ്പ് ബോക്സ് യൂസ് ചെയ്ത്. ഇതിന്റെ ഫ്രണ്ട് എൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് ലാൻഡിംഗ് പേജ് കൊടുക്കുക, ലാൻഡിംഗ് സെക്ഷൻ കൊടുക്കണം. അവിടെ ഹോം പേജ്, എബൌട്ട് സെക്ഷൻ, കോണ്ടാക്ട്, ലോഗിൻ, സൈൻ ആൻഡ് സൈൻ അപ്പ്, ആ സെക്ഷൻസ് എല്ലാം പ്രോപ്പർലി കൊടുത്തിടുക. പിന്നെ നമ്പറൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പർലി ഒരു ലോഗോ ഒക്കെ ആഡ് ചെയ്യുക സൈറ്റിൽ. ക്ലിയർ അല്ലേ? ഓക്കെ.
ഇ-കൊമേഴ്സ് ഇപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം. ഓക്കെ. ഓക്കെ. ദെൻ 7 days ആണ് നമുക്ക് ഈ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ ടൈം വരുന്നത്. അപ്പൊ ഇന്ന് ഫ്രൈഡേ, ദെൻ നെക്സ്റ്റ് ഫ്രൈഡേയിലേക്ക് ആണ് ടൈം വരുന്നത്. സോ ടോട്ടൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇൻഫോം ചെയ്താൽ മതി. ഓക്കെ മിസ്, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റുമോ? ഈ ഒരു PDF തന്നെ ടോട്ടൽ സെക്ഷൻ വരുന്നില്ലേ, അപ്പൊ അത് നോക്കി തന്നെ ചെയ്തോളൂ. ആ ഓക്കെ. ഓക്കെ, ലീവ് ആയിക്കോളൂ.